സർക്കാർ ഖജനാവിൽ നിന്ന് 2 സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകർക്ക് ഈ സർക്കാർ കൊടുത്ത തുക അറിയണ്ടേ? CBI വരാതിരിക്കാൻ, പെരിയയിലെ യഥാർത്ഥ സത്യം വെളിപ്പെടാതിരിക്കാൻ സംസ്ഥാന സർക്കാർ കൊടുത്ത ആ ഫീസിന്റെ കണക്ക് കൂടി ഒന്ന് കാണൂ. മനീന്ദർ സിംഗ് എന്ന സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകന് ഒരു ദിവസം ഒരു സിറ്റിംഗിന് 20 ലക്ഷം രൂപയാണ് വാങ്ങിയത്. അങ്ങനെ 3 സിറ്റിംഗുകൾക്കായി മനീന്ദർ സിംഗ് വാങ്ങിയത് 60 ലക്ഷം. ഒപ്പം ജൂനിയറിന്റെ 3 ലക്ഷം കൂട്ടി വെച്ചാൽ മനീന്ദർ സിംഗിന്റേത് മാത്രമായി 63 ലക്ഷം രൂപയാണ്. മനീന്ദർ സിംഗിന് മാത്രം സംസ്ഥാന സർക്കാർ ഒരൊറ്റ പർപ്പസ്, ഒരൊറ്റ ഉദ്ദേശം, പെരിയ കേസിൽ CBI വരാൻ പാടില്ല. 3 സിറ്റിംഗുകൾക്ക് 63 ലക്ഷം. മനീന്ദർ സിംഗിന്റെ ജൂനിയറായ രഞ്ജിത് കുമാറിനും സർക്കാർ ഇതേ ഫീസ് തന്നെ കൊടുക്കുന്നു. നിയമോപദേശത്തിനായി 25 ലക്ഷം രൂപയാണ് രഞ്ജിത് കുമാറിന് ഈ സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവിട്ടത്. എങ്ങനെയൊക്കെയാണ് എന്നുകൂടി ഒന്ന് വിശദമായി പരിശോധിക്കാം. 2019 നവംബർ മാസത്തിലാണ് പെരിയ കേസിൽ CBI അന്വേഷണം പാടില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹൈക്കോടതിയിലുള്ള വാദത്തിനു വേണ്ടി മനീന്ദർ സിംഗും രഞ്ജിത് കുമാറും കേരളത്തിലെത്തുന്നത്. 3 ദിവസങ്ങളിലായി നടന്ന വാദം 2019 നവംബർ മാസത്തിൽ 4-ാം തീയതിയും 12-ാം തീയതിയും ഒപ്പം 16-ാം തീയതിയും നടന്ന സിറ്റിംഗ്. ആ 3 സിറ്റിംഗുകൾക്കായി മനീന്ദർ സിംഗ് 21 ലക്ഷം രൂപ തന്റെ അസിസ്റ്റന്റിന് അടക്കം വാങ്ങിയ തുക 63 ലക്ഷം പോയത് സർക്കാർ ഖജനാവിൽ നിന്ന്. എന്റെയും നിങ്ങളുടെ